ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ചാരു സുരാഗ് വ്ളോഗ്സ്. നമ്മൾ കുറച്ച് കാലമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. നല്ല മഴയാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ സ്ഥലം. ഇത് നമ്മളെ വണ്ടിയാണ് കേട്ടോ. ഇവിടുന്ന് മേലോട്ട് കയറുന്നതാണ് നമ്മളെ വീട്. നമ്മളെ യൂണിക്കോണാണ് വണ്ടി. അപ്പോൾ ഇത് വണ്ടി നമ്മളിവിടെ മേലോട്ട് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് താഴെ വെച്ചിരിക്കുകയാണ്. ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. ഇത് നമ്മളെ അയൽ പരിസര പ്രദേശങ്ങളാണ്. ഏട്ടൻ്റെ കയ്യിലൊരു മാങ്ങയൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് നടമ്മൽപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളെ നിയർ അങ്ങാടിയാണ്, അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലമാണ്. ഫുള്ള് വയലാണ്, അതായത് വാഴക്കൃഷികളാണ് മൊത്തം. വാഴക്കൃഷി, വെള്ളം, പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല മഴ പെയ്തിട്ട് വെള്ളം അവിടെ ഇവിടെയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയാൽ നമ്മൾ അവിടേക്ക് എത്തും. നമ്മൾ വയലിൽ കൂടെ തന്നെ നടന്ന് പോവുകയാണ് ഗൈസ്. ഏട്ടാ അത് മാങ്ങയൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ താഴത്തുള്ള വീട്ടിലെ ഉമ്മ വന്ന മാങ്ങയായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണ്. കഴിക്കുകയാണ് കേട്ടോ രണ്ടാളൂടെ. അടിപൊളി മാങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പാടം. ഈ പൂവ് നല്ല ഭംഗിയില്ല കാണാൻ, ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ വൈറ്റും അപ്പുറത്തുണ്ട് കേട്ടോ. ഏട്ടൻ പോയി ചുമ്മാ കുലുക്കി നോക്കുകയാണ്. അവിടെ അയലത്തുള്ളവരുടെ വീട്ടിലുള്ള പൂവാണ്. ഏട്ടൻ ചുമ്മാ കുലിക്കതിന് വെള്ളമൊക്കെ താഴെ കളയുന്നുണ്ട്. അങ്ങനെ പോവുകയാണ്. അതതിൻ്റെ വൈറ്റാന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല അതെന്ത് പോവാന്ന്. നല്ല മധുരമുള്ള മാങ്ങ കഴിച്ച് അത് തിന്നുന്തോറും വീണ്ടും തിന്നാൻ തോന്നുന്നു. ഏട്ടാ അത് കടിച്ച് കുറച്ചൊക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം മാങ്ങാക്കാലാണ്. എല്ലായിടത്തും ഇപ്പോൾ ഭയങ്കര മാങ്ങയാണല്ലോ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് മൊത്തം ചുറ്റിലും മാവും മാങ്ങ എല്ലാം ഉണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു തോടാണ് കേട്ടോ. ഇതിപ്പോൾ മഴ പെയ്തിട്ടാണ് ഇങ്ങനെ ചളിവെള്ളം, നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. ഞങ്ങളിവിടെ വന്നിട്ട് ഇത് കൂടെ ആദ്യമായിട്ടാണ് നടന്നു പോകുന്നത്. ബൈക്കിൽ എങ്ങനെ പോകാമെന്നല്ലാതെ നടന്നിട്ട് വരാറില്ല. അപ്പോൾ ഇത് തോടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമുക്ക് തോടൊക്കെ കണ്ട് അങ്ങനെ പോവാം, വയലിൽ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണേ. അപ്പോൾ കഴിച്ച് അതിലെ വന്ന് നമ്മൾ കയറുന്നത് ഈ ഒരു മെയിൻ റോഡിലേക്കാണ്. ഇത് ഓമശ്ശേരി കൊടുവള്ളി ജാറോങ്കണ്ടിയൊക്കെ വഴിയുള്ളൊരു മെയിൻ റോഡാണ് കേട്ടോ. അത് അവിടെ ഏട്ടനൊരു മാങ്ങയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ അങ്ങാടി നേരെ ചെന്നെത്തുന്നത് നടമൽപ്പൊയിലേക്കാണ് കേട്ടോ. നിറയെ ചക്ക, മാങ്ങ, തേങ്ങ, വാഴകൾ, അങ്ങനെയൊക്കെയുള്ള നല്ലൊരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. ഒരു എന്താ പറയുക, നല്ലൊരു ഗ്രാമത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ നല്ല സുഖമായി. ഇവിടെ തണുപ്പും അങ്ങനെ ഓവർ ചൂടും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഭയങ്കര നമ്മളിപ്പോൾ പോകുന്നത് കടയിലേക്കാണ് കേട്ടോ. അതാ കാണാനാണ് നമ്മൾ അങ്ങാടി, നടമൽപ്പൊയിൽ എന്ന് പറയും. അവിടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കത്തെ ഒരു വയലുണ്ട്. അതിനിടെ കൂടെ നല്ല നടപ്പാത പോലത്തെ സംഭവം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഏട്ടന്നിട്ട് അവിടെ പോയി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അവിടെ കൃഷിയുണ്ട്, പൂള, വാഴ, ഇതൊക്കെ കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആളങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ച് വരികയായിരിക്കും പ്രതീക്ഷിക്കാം. കഴിഞ്ഞു കഴിച്ച് ആസ്വദിച്ച് വരുന്നുണ്ട്. ആസ്വാദനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൃഷി ഇറക്കിയാലോ പൂള നട്ടാലോ എന്നൊക്കെയാണ്. പൂള എന്ന് വെച്ചാൽ കപ്പ നട്ടാലോ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു പള്ളിയാണ്. അതൊക്കെയാണ് ഏട്ടാ ഇതുവരെ പറഞ്ഞത്. ആ പറമ്പിൽ പൂള നട്ടാലോ കപ്പ നട്ടാലോ പിന്നെ മഞ്ഞൾ നട്ടാലോ ഇതൊക്കെയാണ് പക്ഷേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അങ്ങാടിയിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ നിയർ അങ്ങാടി. നമ്മൾക്ക് കറക്റ്റ് പുത്തൂരും നമ്മൾ അങ്ങാടിയാണ്, നടമൽപ്പൊഴിയും നമ്മൾ അങ്ങാടിയാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഇത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, ബസ്സുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സാധനം മേടിക്കാൻ പോകണത് കേട്ടോ. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ പോകുന്നുണ്ട് സാധനം മേടിക്കാൻ. ഒരുപാടൊന്നുമില്ല ഗൈസ്, കുറച്ച് സാധനം മേടിക്കാൻ അത്ര മാത്രമേ ഉള്ളൂ. ഇത് പച്ചക്കറി, കുറച്ച് ഫ്രൂട്ട്സ്, അങ്ങനെ അത്യാവശ്യം ചെറിയ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കാണാറുണ്ട്, ഏട്ടൻ അധികം ഒന്ന് സാധനം മേടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്നായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം മേടിച്ചത്. കാരണം ഇങ്ങോട്ടേക്ക് അങ്ങനെ അധികം ഇറങ്ങാറില്ല. അധികവും പുത്തൂർ ആ വഴിക്കാണ് പോവാല്. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത് നോക്കി. ഒരുവിധ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്, എന്നാലും കുറച്ച് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ്. ഏതായാലും വീട്ടിലിരിക്കല്ലേ വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ് ഗൈസ്. എല്ലാം നോക്കിയൊന്നുണ്ട്, നമുക്ക് വാങ്ങാം. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങണ്ടായിരുന്നു കേട്ടോ. ഞാൻ കരുതി അത് ഇവിടെ ഇല്ലയെന്ന് കരുതി, എന്നോട് മറന്നു പോയി ആദ്യം കണ്ടത്. പിന്നെ ഏട്ടൻ വന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക്, അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ മാത്രം വാങ്ങി. കൂടുതലായിട്ടൊന്നും വാങ്ങിയില്ല, പെട്ടെന്ന് കേടായിപ്പോൾ. ഒരുപാട് വാങ്ങിയില്ല, കഴിക്കാൻ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ രണ്ടാളായതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകും സാധനങ്ങളൊക്കെ.
അതുകൊണ്ട് കുറച്ച് മേടിക്കുള്ളൂ. എന്ത് വാങ്ങിയാലും ഒരുപാട് മേടിച്ച് കൊണ്ടുവച്ചിട്ട് ഒരു പ്രാവശ്യം പണി കിട്ടിയാണ്, അതിനെക്കൊണ്ടാണ് അധികമൊന്നും വാങ്ങാത്തത്. അതുകൊണ്ട് കുറച്ച് തക്കാളി, കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക് അങ്ങനെ വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ മീൻ കടയിലേക്ക് പോയി. ഇതെന്താ ഇങ്ങനെ ഫ്ലാഷ് അടിയെന്ന് എനിക്കറിയില്ല, ചിലപ്പം ബൾബിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും, അടുത്ത ബൾബിൻ്റെ എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു. അപ്പം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അയലയാണ് കേട്ടോ മേടിച്ചത്. അയല മീൻ വാങ്ങി, അയല മത്തിയൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അയല മേടിച്ചു, ഇതാ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ചായ കുടിക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാമെന്ന് പറയുമ്പോഴത്തേനും ഏട്ടൻ പറയുന്നു ചായ നമുക്ക് വീട്ടിൽ പോയിട്ട് കുടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നും വീട്ടിൽ നല്ല ചായ കുടിക്കാം, എന്നും പുറത്തും ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാധനങ്ങൾ നമ്മൾ അവിടെ വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആൾ. എടുത്തിട്ട് ഇപ്പോൾ വരും. ഏട്ടൻ പോണ പോയി എവിടേക്ക് പോണേ? എനിക്കൊരു ചായ പോലും വാങ്ങി തന്നില്ല. അയ്യടാ മനമേ, ഞാനാ സാധനം മൊത്തം പിടിക്കുന്നത്. ഇതൊരു പണിയെടുക്കുന്നില്ല കാര്യം കണ്ടോ. പച്ചക്കറി കംപ്ലീറ്റ് ഞാനാ പിടിക്കുന്നത്. എനിക്കല്ല ശരിക്കും ചായ വേണ്ടി തരട്ടെ. ഈ കളിക്കുന്ന കളി കണ്ട ഇതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പണിയെടുപ്പിക്കാൻ പറ്റുള്ളൂ. കണ്ട കയ്യിൽ, കണ്ട കയ്യിൽ പച്ചക്കറിയുമായി വരുന്ന പെൺകുട്ടി. ഇപ്പുറത്തെ വ്ലോഗ് എടുക്കുന്ന കെട്ടിയാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഇന്ന് നല്ല മീനും അയില പൊരിച്ചു, അയലക്കറിയും പിന്നെന്താ. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു വായനശാലയാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് കിണറുണ്ട്. ഇവിടെ നല്ല സുഖമാണ് ഇരിക്കാൻ. ഞാൻ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ നോക്കാറുണ്ട്. നല്ലൊരു പീസ്, ഒരു സമാധാനം കിട്ടുന്നൊരു പ്ലേസാണെന്ന് എനിക്ക് തോന്നി. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഏട്ടൻ കുറച്ച് നേരം അവിടെ പോയിരുന്നു, പിന്നെ എന്നെ കുറിച്ച് ഞാൻ പോയിരുന്നു. കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന്. പിന്നെ ചായ കുടീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, തീരുമാനമാകുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് പോയി. എന്തായാലും നമ്മൾ വീടിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ വന്ന വഴിക്കല്ല കേട്ടോ തിരിച്ചു പോകണം. വന്ന വഴിക്ക് അങ്ങനെ കടയില്ല, ശരിക്കും നമ്മളെ വീട്ടിലേക്ക് വേറൊരു വഴിക്കാണ് പോവുക. അപ്പോൾ നമ്മൾ തിരിച്ച് ആ വഴിയാണ് പോവുക. നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ചായയുടെ കാര്യം ഒരു തീരുമാനമാക്കിയതിന് ശേഷം നമ്മളിവിടെ നിന്ന് എണീക്കുന്നതായിരിക്കും ഗൈസ്. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ചായ കിട്ടുമോ ഇല്ലയോ നമുക്ക് ലാസ്റ്റത്തേക്ക് കണ്ടറിയാം. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കിയോടെ നടക്കാം. പിന്നെ കുറച്ചുകൂടെ ഉണ്ട് നടക്കാൻ. ഒരു 2 വളവ് കഴിഞ്ഞാൽ നമ്മളെ വീടെത്തി. ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ 2 വളവ്, അങ്ങനെയല്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ തൊട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നാൽ മതി. അപ്പം നമ്മളെ വീട്ടിലെത്തും. ഗൈസ്, ഞാൻ ഒരു സാധനം കണ്ടു. ഈ സാധനം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഗൈസ്? ഈ മരത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഈ തടിയുടെ ഇല എടുത്തിട്ട് കൈയിൻ്റെ അടിയിലൊക്കെ ഉരച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് നേഴ്സറിയിലൊക്കെ പോയപ്പം. നല്ല രസം. കൈ ഇങ്ങനെ മെയിലാഞ്ചി ഇട്ട പോലെ ഇങ്ങനെ ചുവന്നിട്ട് വരും. നല്ല രസമാണ്. അപ്പം ഞാൻ ഏട്ടനെ പിടിച്ച് അവിടെ ഇരുത്തിയാണ് ഞാൻ ഉരച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവളെ കയ്യിൽ ഉരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറേ മുന്നേ നേഴ്സറിയിൽ സ്കൂളിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കയ്യിൽ വെറുതെ മെയിലാഞ്ചി ഇടാമെന്ന് പറഞ്ഞിട്ട് ഉരയ്ക്കായിരുന്നു. ഒരു നഖം ഒട്ടിക്കായിരുന്നു, ഒരു വേറൊരു ചുവന്ന പൂവിൻ്റെ നഖം, ഈ ഇല. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അതിന് ശേഷം ഇപ്പോഴാട്ടോ ഉരയ്ക്കുന്നത്. അതൊക്കെ ഉരച്ചതിന് ശേഷം നമുക്ക് മെയിലാഞ്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോവാട്ടോ. ദുബായിക്കാണോ ദൈവമേ പോകണം. നടന്നിട്ട് എത്തുന്നിട്ട് വീണ്ടും വയൽ. ഇവിടെ ഒരു ചെറിയ വെള്ളം ഒഴുകുന്നൊരു സ്പേസ് ഉണ്ട്. ഇത് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചെറിയൊരു തോട് പോലെ. ഇത് നമ്മളെ വീടിൻ്റെ അതിലൂടെ വരുന്ന ആ ഒരു തോടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ അങ്ങാടി. ഇത് ജാറംകണ്ടി എന്ന് പറയും. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് റോഡിനാണ് നമുക്ക് പോകണം. നമ്മളിവിടേക്കാണ് കേട്ടോ ബസ് കയറാനൊക്കെ വരിക. മറ്റേത് നമുക്ക് നടമൽപ്പൊയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഇറങ്ങി പോകുക. നമ്മളെ വീട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ അവയെ എത്തും, റൈറ്റിലേക്ക് വന്നാൽ ഇവിടേക്ക് എത്താം. സെയിം റോഡ് തന്നെയാണ്, 2 വഴിക്കൂടെ വരാം. അങ്ങനെയുള്ളൂ. ഇതൊരു ചെറിയൊരു ചായക്കടയാണ്. ഇവിടെ ചായ വെള്ളമൊക്കെ കിട്ടും. അതാണ് നമ്മുടെ വാപ്പച്ചി. അപ്പോൾ 2 ചായ മേടിച്ചിട്ടുണ്ട്.
പരിപ്പുവട ഉണ്ടായിരുന്നു കഴിക്കാൻ. പരിപ്പുവട കഴിച്ചു. അടുത്തൊരു മുട്ട ഇരിപ്പുണ്ട്. ഞാൻ കുറേ പറഞ്ഞു മുട്ട, പക്ഷേ എനിക്ക് മുട്ട കഴിക്കാൻ പറ്റില്ല ഗൈസ്. എനിക്ക് മുഖത്തൊക്കെ ആകെ പിമ്പിൾസ് വന്നിട്ട് ഞാൻ മുട്ട കഴിക്കാറില്ല. കുറച്ച് ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസിലൊക്കെ ആകെ പിമ്പിൾസ് വന്നു. അങ്ങനെ മുട്ട കഴിക്കാറില്ല. പക്ഷെ നല്ല കണ്ടപ്പോൾ ചുമ്മാ പറഞ്ഞതാണ്. നമ്മൾ ഈ പരിപ്പുവട ആട്ടോ കഴിച്ചത്. ഈ പരിപ്പുവട മൊത്തം നമ്മൾ കഴിച്ചതല്ല, 2 കഴിച്ചിട്ടുള്ളൂ. ഇത് വാപ്പിച്ച് പ്ലേറ്റോടെ അങ്ങനെ കൊണ്ടുവച്ച് തന്നേ ഉള്ളൂ കേട്ടോ. 2 പരിപ്പുവടയും 1 ചായയും കഴിച്ചു, അല്ല 2 ചായയും കുടിച്ചു. പിന്നെ നമ്മൾ റവേൻ്റെ കേക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ലാസ്റ്റിലേക്ക് വാങ്ങിച്ച് കഴിച്ചതാണ്. നല്ല ചൂടുള്ള ചായ കേട്ടോ. മഴ ഇപ്പം പെയ്യും എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ മഴേൻ്റെ മുന്നേ നമുക്ക് വീട്ടിൽ കയറണം. പരിപ്പുവട 2 പരിപ്പുവട പറയുകയാണ്. ഒരു പരിപ്പുവട നമ്മൾ കഴിച്ചിട്ടില്ല. അതങ്ങനെ പ്ലേറ്റ് ഉണ്ടാക്കി വെച്ച് നമ്മൾ അങ്ങനെ എടുത്തു തന്നതാണ് കേട്ടോ. എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി. ഏകദേശം ഇരുട് മൂടിയിട്ടുണ്ട് കേട്ടോ. പ്ലാവ് നിറയെ ചക്കയാണ് കേട്ടോ. പക്ഷേ കണ്ണ് വെക്കുന്നില്ല. നല്ല ചക്കയാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ ചക്കയുണ്ട്. നല്ല കുഞ്ഞു ചക്കയാണ് പ്ലാവിൽ. അധികം ഓവർ വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് വേറൊരു തോട്. ഈ തോടാണെന്ന് തോന്നുന്നു. ഈ തോടാണ് ഞാൻ പറഞ്ഞത്. അപ്പുറത്തേക്ക് ആ വെള്ളം ഒഴുകി എത്തുന്നത് ഇതിലൂടെയാണെന്ന് തോന്നുന്നു. ഇതൊരു കുഞ്ഞു തോടാണ്. ഇതിലൊന്നും ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഇതിലൊന്നും വെള്ളമില്ലായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല വെള്ളമൊക്കെ ആയി. നല്ല തെളിഞ്ഞ വെള്ളമായി കിട്ടും. ഇപ്പോൾ ചെളി വെള്ളമാണ്. മഴ പെയ്ത ഒരു സമയമായതുകൊണ്ട് വെള്ളം തെളിയട്ടെ. ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിലിങ്ങനെ പോവുകയാണ് കേട്ടോ. എൻ്റെ കയ്യിലുണ്ട് കേട്ടോ കവർ. ഏട്ടൻ്റെ കയ്യിൽ മാത്രമല്ല, എൻ്റെ കയ്യിൽ കവറുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുക. ജലനിധിൻ്റെ വെള്ളമാണ്, കുടിക്കുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവഴി നമ്മൾ വന്നു കേട്ടോ. ഇത് റൈറ്റിൽ കൂടെ നമ്മൾ വീട്ടിലേക്ക് വരും. നമ്മൾ പോയത് ആ നേരെയുള്ള വഴിയിലാണ്, ലെഫ്റ്റ് കൂടെയാണ്. ഇതൊക്കെ നമ്മളെ എടുത്തല വണ്ടി നമ്മൾ ആ വീട്ടിലാണ് കേട്ടോ വയ്ക്കാറ്. അപ്പോൾ ഇപ്പോൾ കടയിൽ പോകാനുള്ളത് കൊണ്ട് വണ്ടി താഴെ വെച്ചതേ ഉള്ളൂ. എടുത്തിട്ട് അങ്ങോട്ട് വെക്കണം. അതാണ് നമ്മളെ വീട്. ഇതാണ് 18ാം പടി. കുറച്ച് കയറണം കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക്. ഇത് കുറച്ച് ഉയരത്തിലുള്ള പടികളാണ്. പക്ഷെ ഒരു എക്സസൈസാണ്. കയറുമ്പോൾ കുറച്ച് ഉയരത്തല്ല അത്രയും നല്ലത്. കുറച്ച് ഹൈറ്റുള്ള ഉയരം, അതായത് കുറച്ച് ഹൈറ്റുള്ള പടിയാണിത്. കാല് കുറച്ച് പൊക്കിയിട്ട് വേണം വെക്കാൻ. പെട്ടെന്ന് ചവിട്ടാൻ കിട്ടില്ല. അതിനെക്കൊണ്ട് കുറച്ചൊരു സ്ട്രെങ്ത്ത് വേണം. ഓക്കെ, പടി കയറിയിട്ട് നമ്മളെ വീട്ടിലേക്കാണ് കേട്ടോ. ഇതാണ് നമ്മളെ വീട് വന്നിട്ട്. ഇതിപ്പോൾ ഏട്ടൻ മഴയത്ത് വന്ന് കോട്ടൊക്കെ അയച്ചിട്ടതാണ്. നമ്മൾ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തി. 6 മണി 6:30 സമയമായി ഉണ്ടെന്ന് തോന്നുന്നു. ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ചെടിയൊക്കെ വാടിപ്പോയി സുഖമില്ലാതായ സമയത്ത് നമ്മൾ പോയി വന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ.